ഹായ് ഓൾ, ഇന്ന് നമുക്ക് മത്തി വറ്റിച്ച റെസിപ്പി കണ്ടാലോ. അതിനായി വിറകടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ വഴറ്റി അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ച മത്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് മത്തി ആയതുകൊണ്ട് അതിന് വിര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മത്തിയാണെങ്കിൽ വിരവേണ്ട ആവശ്യമില്ല, ഉടഞ്ഞു പോകും. നമുക്ക് എല്ലാ മീനും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് താത്തി കൊടുത്തിട്ട് അവർക്ക് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ തളയൊക്കെ വന്ന് മീൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.